എടപ്പാറ മേഖലയുടെ തുടക്കം മുതലുള്ള പ്രശ്നങ്ങൾ പറയാം. എടപ്പാറ മേഖലയിൽ സാധാരണ എല്ലാ വർഷവും എടപ്പാറ മേഖല സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ റാലി നടക്കാറുണ്ട്. ഈ വർഷവും നടക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ കോർഡിനേഷൻ്റെ ആദ്യ മീറ്റിങ്ങിൽ സാധാരണ യോഗത്തിൽ അധ്യക്ഷനാവാറുള്ളത് AS ഇബ്രാഹിം മുസ്ലിയാരാണ്, സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള. അവിടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ഇല്ലാത്തതിനാൽ അതിൻ്റെ വൈസ് ചെയർമാൻ മഹ്മൂദ് ആരിമിയായിരുന്നു അവിടെ അധ്യക്ഷ വഹിക്കേണ്ടിയിരുന്നത്. അവിടെ മഹ്മൂദ് ആരിമി അധ്യക്ഷനാക്കാതെ മറ്റൊരാളെ അധ്യക്ഷനാക്കി യോഗം നടന്നപ്പോൾ യോഗത്തിൽ ആളുകൾ ചോദ്യം ചെയ്തു. അവിടെ പ്രശ്നം നടന്നു. അതുപോലെ ആ മീറ്റിങ്ങിൽ പിന്നത്തെ ദിവസം സ്വാഗതസംഘ കമ്മിറ്റി വിളിക്കാൻ തീരുമാനിച്ചു. സ്വാഗതസംഘ കമ്മിറ്റിയിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി. പോലീസ് വന്ന് അവരെ തടുത്ത് നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സുഹാബി ടീം, അതായത് ഖാദി ഫൗണ്ടേഷൻ്റെ കുറച്ച് ആളുകൾ അവർ കൃത്യമായി ഒരു ഇത് കൊണ്ടുവന്ന് പെട്ടെന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ആ ഒരു ടീം സത്യത്തിൽ അന്ന് യോഗം പിരിച്ചുവിട്ടതാണ്. പക്ഷെ അതിനിടയിൽ ഈ കള്ളത്തരം കാണിച്ച് ഒരു ഇത് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞ് ആ കുറച്ച് ആളുകൾ അവർ വാട്സപ്പ് കൂട്ടായ്മയും ബാക്കിയൊക്കെ ഉണ്ടാക്കി സമസ്തയുടെ ആളുകൾ ആ കമ്മിറ്റി കീഴിൽ ഒരിക്കലും റാലി നടക്കില്ല, പറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ നടന്നു. പ്രശ്നങ്ങൾ നടക്കുകയും അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് സമസ്ത പ്രവർത്തക SKSFിൻ്റെയും SOSൻ്റെയും മുതിർന്ന നേതാക്കൾ, നമ്മൾ SKSFിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർ അതിന് അന്വയിപ്പിക്കാൻ വേണ്ടി കമ്മിറ്റി എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണ നടക്കുന്ന പോലെ റാലി നടക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ, പക്ഷേ അത് അവർ ചെവി കൊണ്ടതേ ഇല്ല എന്ന് മാത്രമല്ല. അപ്പോൾ സംസ്ഥയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു റാലി പ്രഖ്യാപിക്കുകയും അതിന് പെർമിറ്റ് എടുക്കുകയും അതേ ദിവസം ഇവർ പെർമിറ്റിന് കൊടുക്കുകയൊക്കെ ചെയ്തു. ഈ ഖാദി ഫൗണ്ടേഷൻ ആളുകൾ പെർമിറ്റിന് വേണ്ടി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ രണ്ട് ടീമും ഒരുമിച്ച് ദിവസം പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പോലീസ് സ്റ്റേഷൻ വിഷയം വന്നു. അവിടെ 2-3 ചർച്ചകൾ നടന്നു. പരിഹാരമാവാത്തപ്പോൾ പിന്നീട് കൊണ്ടോട്ടി DSPൻ്റെ അരികത്ത് വെച്ച് ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഇതിൻ്റെ വൈസ് ചെയർമാനായിരുന്ന സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്ന മഹ്മൂദ് ആരിമിയെ ട്രഷററായിട്ടും അതുപോലെ ശുക്കൂർ വട്ടത്തുവിനെ, അങ്ങനെ കുറച്ച് ആളുകളെ അതിൻ്റെ കൺവീനറായും സമസ്തയുടെ ഭാഗത്തുനിന്നുള്ള ആളുകളെ ആ കമ്മിറ്റിയിൽ ചേർക്കുകയും അതോടൊപ്പം എല്ലാവരും ഒരുമിച്ച് റാലികൾ നടത്താമെന്ന് തീരുമാനിച്ചു. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് റാലി നടക്കുന്നത്. 8-ാം തീയതി റാലി നടക്കുന്നത്. 8-ാം തീയതി റാലി നടക്കുമ്പോൾ ഇതിൻ്റെ സാധാരണ പോലെ എല്ലാവരും ഉണ്ട്. പക്ഷേ സാധാരണ അവിടെ റാലി നിയന്ത്രിക്കാറ് വിഖായൻ്റെ കൂട്ടിട്ട ആളുകളാണ്. വേറെ ആരും ഉണ്ടാവാറില്ല. അവർ തന്നെയാണ് മുഴുവൻ നിയന്ത്രിക്കാറും. വിഖായൻ്റെ കൂട്ടിട്ട ആളുകൾ തന്നെയാണ് ബാനർ പിടിക്കാറുള്ളത്. സാധാരണയിൽ വിഖായൻ്റെ ആളുകൾ കൂട്ടിട്ട ആളുകൾ ബാനർ പിടിക്കാൻ വേണ്ടി കൂട്ടിട്ട ആളുകൾ 2 ആളുകൾ ആ ബാനർ പിടിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കോർഡിനേഷൻ കമ്മിറ്റി എന്ന പേരിൽ കുറച്ച് കോട്ടടിച്ച ആളുകൾ വിഖായൻ്റെ അതേ കളറുള്ള അതുപോലെ എടപ്പാറ മേഖല സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂട്ടിട്ട ആളുകൾ ഈ വിഖായയുടെ ആളുകളിൽ അരികത്ത് നിന്ന് ബാനർ പിടിച്ചു വലിച്ച്, ഞാൻ അതിൻ്റെ തൊട്ടരികത്തുണ്ട്. ഞാൻ വിഖായൻ്റെ കൂട്ടാളാണ്, പക്ഷേ ഞാൻ ബാനർ പിടിച്ചിരിക്കുന്നില്ല, പക്ഷേ ഞാൻ അതിൻ്റെ തൊട്ടരികത്തുണ്ട്. അപ്പോൾ വന്ന ആളുകളോട് നമ്മൾ സൗമ്യമായിട്ട് പറഞ്ഞു, സാധാരണ വിഖായൻ്റെ ആളുകളാണ് വിഖായൻ്റെ കൂട്ടിട്ട ആളുകളാണ് ഈ ബാനർ പിടിക്കാറുള്ളത്. ഈ വർഷം അവർ തന്നെ പിടിച്ചോളും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഈ കുപ്പായിട്ട ആളുകളും വേറെ 1-2 താടി നിറച്ച ആളുകളുണ്ട്. അവർ പിടിച്ച് വലിച്ചുകൊണ്ട് ആ സമയത്താണ് ഈ ബാനർ കീറലുണ്ടായത്. പിടിച്ചു വലിച്ചുകൊണ്ടായതാണ്. നമ്മളിതിൽ ദൃക്സാക്ഷിയാണ്, മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടതോ വീഡിയോ ഉണ്ടതോ പറഞ്ഞതല്ല. അങ്ങനെ അതിനുശേഷം ആ ബാനർ കൊണ്ടുപോയി തുടക്കത്തിൽ അവിടെ മൗലിദ് കഴിഞ്ഞതിന് ശേഷം റാലി ആരംഭിച്ചു. തുടക്കത്തിൽ അവിടെ ബാനർ ഇല്ല. പക്ഷേ റാലി ആരംഭിക്കുന്ന സമയത്ത് ഞാനവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഒരാൾ റോഡ് മേൽ നിൽക്കണം, അപ്പോൾ നിങ്ങൾ സൈഡിലൂടെ നടന്നോളി എന്ന് പറഞ്ഞ് ഞാൻ അയാളോട് പറഞ്ഞു സൈഡിലൂടെ നടന്നു. അതിനിടയിൽ ഷക്കീർ കൊന്നേങ്ങൽ, ചീക്കോട്ടുകാരനായ എൻ്റെ നാട്ടുകാരനായ ഷക്കീർ കൊന്നേങ്ങൽ വന്നിട്ട് എൻ്റെ മർമ്മസ്ഥാനത്ത് മുട്ടുകാരം കൊണ്ട് ഇടിച്ചു. അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാൾ വന്നിട്ട് നമ്മളെ മർമ്മസ്ഥാനത്തിരിക്കാൻ എനിക്ക് നല്ലോണം വേദനായി. ആ സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചു. അങ്ങനെ അവിടെ കലുഷിതമായ പ്രശ്നമുണ്ടായി. അപ്പോൾ ഇവർ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ പോലീസ് ഇടപെട്ടു. എന്നെയും അവനെയും മാറ്റി നിർത്തി. പക്ഷേ നമ്മൾ റാലി അതിന് ശേഷം റാലി നടക്കുമ്പോൾ ബാക്കിൽ നിന്ന് ആളുകൾ വന്നിട്ട് എന്നെ ഫോഴ്സ് ചെയ്ത് തള്ളുന്നു. പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് വിഖായൻ്റെ ആളുകൾ നമ്മൾ ചുറ്റുവട്ടത്തു നിന്ന് ഇങ്ങനെ റാലി മുന്നോട്ട് പോയി. അതിനിടയിൽ പിന്നെയും ആ പഴയ ബാനർ വന്നു. ബാനർ ഇവരെ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിലെ കൂട്ടിട്ട ആളുകൾ തന്നെ പിടിക്കണമെന്നാണ്. അതിനിടയ്ക്ക് പിന്നെയും പ്രശ്നമുണ്ടായി. എടപ്പാറ ടൗണിൽ വെച്ചും അവർ പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ അവരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥയുടെ പ്രവർത്തകർ SKSFിൻ്റെ സാധാരണയിൽ ഈ റാലിയിൽ അണിനിരക്കാറുള്ള എല്ലാ പ്രവർത്തകരും ആ റാലിയിലുണ്ട്. പുതിയ വന്ന കുറച്ച് ആളുകൾ അവർ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നതാണ് എന്ന് മനസ്സിലാകുന്ന രൂപം തന്നെയാണ് അവർക്കുണ്ടായിരുന്നത്. കാരണം അവർ സാധാരണ റാലിയിൽ ഉണ്ടാവാത്ത ആളുകൾ, റാലിക്കേ വരാത്ത ആളുകൾ ഇന്ന് പ്രത്യേകം കൂട്ടിട്ട് റാലിയെ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് വരുന്നൊരവസ്ഥ. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ടീം വരികയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത് റാലി സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 12-13 വർഷങ്ങളായി കൃത്യമായി വിഖായയും SKSF ഒക്കെ നിയന്ത്രിച്ചു പോയിരുന്നിരുന്ന ഒരു റാലി, ആ റാലി കുളമാക്കാൻ കുറച്ച് കോർഡിനേഷൻ കമ്മിറ്റി പേരിൽ കൂട്ടിട്ട കുറച്ച് ആളുകൾ അവർ കൃത്യമായി അറിയാം
പല പിന്നെ വായക്കാട് പിന്നെ അതുപോലെ ചീക്കോടൊക്കെ പഞ്ചായത്ത് പിന്നെ MSFൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെയോ ഒക്കെ കമ്മിറ്റിയിലുള്ള ആളുകൾ, അതുപോലെ നാട്ടിൽ ഈ CICയുടെയും പിന്നെ അതുപോലെ ഈ ഖാദി ഫൗണ്ടേഷൻ്റെ ഒക്കെ പിന്നെ പോസ്റ്ററുകളും ബാക്കിയുള്ള കാര്യങ്ങളും പരക്കെ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യുന്ന ആളുകളാണ് പിന്നെ ഈ കോട്ടിട്ട് വന്ന ആളുകളൊക്കെയും. അതിൽ ഭൂരിഭാഗം ആളുകൾ നമ്മൾ അറിയാത്ത കുറച്ച് ആൾക്കാരുടെ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ കണ്ട കാര്യങ്ങളും ദൃക്സാക്ഷിയായ കാര്യങ്ങളാണ് നമ്മളിവിടെ വോയിസ് ഇട്ടുള്ളത്. ആരെങ്കിലും വീഡിയോയോ മറ്റോ വോയിസ് ഇട്ട് ആളുകളെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാരും വിചാരിക്കേണ്ട.